തന്നെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയും വ്യവസായിയുമായ ഷമീർ. ഗൾഫിലെ കോടതി വിധിയെ തുടർന്ന് നഷ്ടപരിഹാരം നൽകേണ്ടവരാണ് തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തത്. 2 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ലഭിക്കാനുള്ളതെന്ന് ഷമീർ പറഞ്ഞു. ഷമീറിനെ തട്ടിക്കൊണ്ടുപോയവരെ കോടതി റിമാൻഡ് ചെയ്തു. ഗൾഫിൽ നിരവധി ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങളുടെ ഉടമയാണ് ഷമീർ. ഷമീറുമായി തെറ്റിപ്പിരിഞ്ഞ ഓഹരി ഉടമകൾക്കെതിരെ ഗൾഫിലെ കോടതി വിധി പറഞ്ഞിരുന്നു. 2 കോടിയോളം ഇന്ത്യൻ രൂപ ഷമീറിന് നൽകണമെന്നായിരുന്നു കോടതി ഉത്തരവ്. നഷ്ടപരിഹാരം തനിക്ക് നൽകാതിരിക്കാനാണ് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയതെന്ന് ഷമീർ പറഞ്ഞു. ടെർമിനേറ്റ് ചെയ്ത് അന്നൊക്കെ അവൻ അവിടെ നിന്ന് കയറ്റി വിട്ടിരിക്കണം. അപ്പോൾ അവൻ അതിൻ്റെ ഒരു ദേഷ്യം ഭാഗ്യമുണ്ട്. അപ്പോൾ നമ്മൾ ടെർമിനേറ്റ് ചെയ്തൊരു 5-6 ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ജോയിൻ ആയിട്ടാണ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതെന്ന് സംശയമില്ല. ഈ റെസ്റ്റോറൻറ്റിൽ ഓൾറെഡി നമുക്ക് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ മറ്റൊരു 2 CR ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് 2 CR ജഡ്ജ്മെൻറ്റ് 2022 മുതൽ നമുക്ക് അതിൻ്റെ ഒരു കണക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. പിന്നെ നമ്മൾ ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞൊരു ഡിമാൻഡ് അതായിരുന്നു. 3 വർഷം മുമ്പ് കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ട ഹംഷീറിന് ഷമീറിനോട് വിരോധമുണ്ട്. ഹംഷീർ ഇടയ്ക്കിടെ ഭീഷണി സന്ദേശങ്ങളും അയക്കാറുണ്ടായിരുന്നു. നഷ്ടപരിഹാരം നൽകേണ്ടവരും കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ട ഹംഷീറും ചേർന്നാണ് തട്ടിക്കൊണ്ടു പോകാനുള്ള പദ്ധതി തയ്യാറാക്കിയത്. ഇല്ലല്ല, ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഇല്ല. കാരണം അവർക്ക് ഒരു 1-2 കാര്യങ്ങൾ ആ ഒരു ജസ്റ്റ് കേസ് വിഡ്രോ ചെയ്യണം എന്നായിരുന്നു. പാണ്ടിക്കാട് നിന്ന് കോട്ടക്കൽ വഴി ചാവക്കാട്ടേക്കും അവിടെ നിന്ന് കൊല്ലത്തേക്കുമാണ് ഷമീറിനെ കടത്തിക്കൊണ്ടുപോയത്. വാഹനത്തിൽ വെച്ച് മർദ്ദനമേറ്റതായും ഷമീർ പറയുന്നു. ഭക്ഷണവും വെള്ളവും തന്നെങ്കിലും തന്നെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനായിരുന്നു കിഡ്നാപ്പിംഗ് സംഘത്തിന്റെ തീരുമാനം. കേരള പോലീസിന്റെ കൃത്യമായ ഇടപെടലാണ് തനിക്ക് രക്ഷയായതെന്നും ഷമീർ പ്രതികരിച്ചു. എനിക്ക് പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ കേരള പോലീസിനോടാണ്. പ്രത്യേകിച്ച് SP, DYSP, ആ സ്ക്വാഡ് പ്രത്യേകം പറയാം. കാരണം അത് നമ്മളൊരു ശരിക്കും ഫിലിമിൽ കാണുന്ന പോലെയാണ് അവർ വന്നിട്ട് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് റിസ്ക് ചെയ്തത്. എനിക്ക് അവരോട് ആ മലപ്പുറത്തിലെ സ്കോറിനോട് എത്ര നന്ദി പറഞ്ഞാലും പറയാമല്ലോ. കാരണം അത് ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. പ്രത്യേകിച്ച് അവരോട് നല്ല രീതിയിൽ നന്ദി പറയാനുണ്ട്. അതിൽ തട്ടിക്കൊണ്ടുപോകാൻ നേതൃത്വം നൽകിയ ഹംഷീർ ചാവക്കാട് സ്വദേശിയാണ്. സംഘത്തിലുണ്ടായിരുന്ന ചാവക്കാട് സ്വദേശി ഷംഷീർ മുമ്പ് ഒരു കൊലക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടയാളാണ്. വെളിയങ്കോട് സ്വദേശി അഫ്സൽ വധശ്രമ കേസിൽ ഉൾപ്പെട്ടയാളാണ്. ചാവക്കാട് സ്വദേശികളായ മുസ്തഫ, കൊല്ലം സ്വദേശികളായ മുഹമ്മദ് നൈഫ്, ഷാഹിർ എന്നിവരാണ് കിഡ്നാപ്പിംഗ് കേസിലെ പ്രതികൾ. പിടിക്കപ്പെട്ടവർക്കെതിരെ വധശ്രമം, കുറ്റകരമായ ഗൂഢാലോചന, തടവിൽ വയ്ക്കൽ, സാമ്പത്തിക ലക്ഷ്യം വെച്ച് തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങൾക്കെതിരെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. കൂടുതൽ പേർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന വിശദമായ അന്വേഷണത്തിലാണ് പോലീസ്. ന്യൂസ് മലയാളം, മലപ്പുറം.